ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്കൊന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ. ഗെറ്റ് റെഡി വിത്ത് മൈക്കിൾ ബേബി. നമ്മുടെ കുട്ടികളുണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളായിരിക്കും അവരെപ്പോഴും ശ്രദ്ധിക്കാറ് അല്ലേ. അവരതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് അത് തോന്നാറ്. ആയാലും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ ക്രീംസ് ആയാലും എൻ്റെ സിറംസൊക്കെ ആയാലും കറക്റ്റ് സിറമൊക്കെ എടുത്ത് തലയിൽ തയ്ക്കുമ്പോഴും ലിപ്സ്റ്റിക്ക് ചുണ്ടിലാണ് ഇടേണ്ടത്. അവനോരോന്ന് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നോക്കി നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കണ്ടല്ലോ എന്ന് ഞാൻ കരുതാറ്. അതുപോലെ ഇവയും വണ്ടികൾക്ക് പണിയെടുക്കുന്നതായാലും അവൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് അവൻ എന്ത് ചെയ്യും, അവൻ്റെ വണ്ടികളൊക്കെ സ്ക്രൂ തിരിക്കലും ഇതൊക്കെ ആയിട്ടോ പണി. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മൂമെൻ്റ് ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഓർത്ത് ഏറ്റവും കൂടുതൽ മെമ്മറബിളായി വെക്കാൻ പറ്റുന്ന നല്ല നല്ല നിമിഷങ്ങൾ. പിന്നെ മേക്കപ്പിനെ കുറിച്ച് ആധികാരികമായി എനിക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ കുറച്ച് സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്തു. അപ്പം മൈക്കിളിന് ഞാൻ അട്ടാഗ്ലോയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ആട്ടോ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ സൈഡിൽ നല്ല പോലെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഐലൈനറും എൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ നമ്മുടെ സിന്ദൂരിടുന്ന സ്റ്റിക്കും ഇതെല്ലാം എടുത്തിട്ട് നല്ല പോലെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറുപ്പത്തിലൊക്കെ നല്ല ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ അട്ടാഗ്ലോ നല്ലതാണ്. ഞാൻ ഡോക്ടറൊക്കെ കണ്ട് 2-3 ഡോക്ടർമാരും എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ബേബീസിന് ഈ അട്ടാഗ്ലോ നല്ലതാണ് എന്നുള്ളത്. അപ്പം മൈക്കിളിനായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ട് സാധനം കേട്ടോ. നമ്മൾ കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ യൂസ് ചെയ്തത് നമ്മൾ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കാളും നന്നായിട്ട് മൈക്കിളിനായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ സിന്ദൂരം യൂസ് ചെയ്യുന്നുണ്ട്. സിന്ദൂരം നമ്മൾ പൊതുവേ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും, അത്രമാത്രം. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് അവൻ്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഇപ്പുറത്തേക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഇവന് ഈ ലിപ്സ്റ്റിക്ക്, ഈ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് ഇതൊന്നും കണ്ടുകൂടാ. ഇതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. സാധാരണ ചുമരുമ്മയാണല്ലോ എല്ലാം കുത്തി വരയ്ക്കാറ്. ഇപ്പോൾ ആളുടെ പതിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടൈൽസിലാണ് ഇതൊക്കെ കുത്തി വരയ്ക്കുന്നത്. ഈ വീട്ടിലെ മിക്ക സ്ഥലത്തും ഇപ്പോൾ ലിപ്സ്റ്റിക്കും അതും ഇതൊക്കെയാണ്. ഉരച്ചൊരച്ചൊരച്ച് എൻ്റെ ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക്കില്ലേ അത് ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. കാലം നിശ്ചയം അവനാണ് അവിടെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൽ. അതാണ് എന്നെ ലിപ്സ്റ്റിക്കൊക്കെ തട്ടിപ്പറിക്കാനായിട്ട് നോക്കിയത്. ആളായിട്ട് ഉടക്കാൻ പറ്റില്ല. ഉടക്കി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കൽ നടക്കാൻ പറ്റില്ല. ആൾ ചിലപ്പോൾ പിണങ്ങി ആളുടെ കാര്യം നോക്കിപ്പോൾ ചിലപ്പോൾ ഈ സ്റ്റിക്ക് പോലും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. അത് കാരണം തഞ്ചത്തിൽ ഞാൻ മയക്കി പിടിച്ചിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്തോട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് മസ്കാര കേട്ടോ. ഞാനത് ഐബ്രോ ഫില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോ ദിവസം ഓരോ കണ്ടുപിടുത്തങ്ങളാണ് എൻ്റെ വക. എൻ്റെ ആകെ 2, 3, 4 സാധനങ്ങളേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വേണ്ട എല്ലാം കൂടി നമുക്ക് ഈ മുഖം എന്തെങ്കിലുമൊക്കെ ഒരു മെനയാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ ഈ കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. പക്ഷെ വോയിസ് ഓവർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയത് ഇപ്പോഴാന്ന് മാത്രം. അപ്പുറത്തുനിന്ന് ഇപ്പം തപ്പി മതിയായിട്ട് ഇപ്പം ഇപ്പുറത്തേക്ക് വന്നേക്കാട്ടോ. ഞാൻ അവനെ കാണാണ്ട് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചതാ. അപ്പം ദേ ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ഈ യുദ്ധം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് പുറത്ത് പോകാനായിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവന് രണ്ടാമത് കുളിപ്പിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. മുഖത്തൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. മിക്ക അമ്മമാർക്കും ഇത് തന്നെയായിരിക്കും. നമ്മൾ നല്ല എണീച്ച് ഒഴിച്ചൊക്കെ നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ എന്ത് ചെയ്യും, ഇവർ മൊത്തം തലമ്പാക്കി വയ്ക്കും. അതാണല്ലോ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം. അപ്പോൾ നോക്കി ഷർട്ടൊക്കെ ആകെ കളഞ്ഞ് മുഖത്തൊക്കെ സിന്ദൂരമൊക്കെ ആയി. ഇതൊക്കെ എടുത്തു വയ്ക്കാൻ പോയപ്പോൾ വാശി പിടിച്ചത് അവിടെ തന്നെ വീണ്ടും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതും തുറ്റാ ഏതാണ്ട് ഇതിനൊക്കെ കുറിച്ച് നല്ല പോലെ അറിയണ പോലെ ആളുടെ ഭാവമൊക്കെ എടുത്ത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് തുറക്കും, എന്നിട്ട് ഈ മസ്കാരയുടെ കൈക്ക് കുത്തി ഇറക്കും, എന്നിട്ട് അതിൽ നിന്ന് അത് തോണ്ടിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവൻ എല്ലായിടത്തും തേച്ച് വയ്ക്കും. പൊട്ട് ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ല. പിന്നെ താല്പര്യമുള്ള സാധനം നമ്മുടെ ഐലൈനർ എന്ന് പറയുന്നത്. അത് നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അത് കാരണം അതും ഇതുമാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സാധനങ്ങൾ. അപ്പം ഇതൊക്കെ എന്താണ് സാധനം എന്ന് കൊച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഷെയർ ചെയ്യാൻ ആരും മറക്കാം.